ബൈ അവി, ബൈ ബൈ. മൃഗാശുപത്രിയിൽ 65-കാരന് ഹൃദയ ശസ്ത്രക്രിയ. എൻ്റെ അമ്മേ, എന്തിനാണ് എത്ര മൂഡ് ഓഫ്? അവളൊരു 10 ദിവസം കഴിയുമ്പോൾ വരില്ലേ? എയർപോർട്ട് വരെ പോവായിരുന്നു. എടാ, നിനക്ക് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞോണ്ടല്ലോ അവൾ കൂടെ ചെല്ലണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ വർക്കിന് വന്ന മൂടില്ല. എടാ, ഞാൻ അവളെ വിളിച്ചിട്ട് നിർത്താൻ പറയട്ടെ. അവളിപ്പോ ആ റോഡിൽ എത്തിക്കാണുള്ളൂ. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് പോയാലോ? വേറെ നല്ല ഐഡിയ ഉണ്ടാ. എന്താണ്? അവൾ എയർപോർട്ട് എത്തട്ടെ, എന്നിട്ട് അവളിങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ പോകുമല്ലോ. അപ്പൊ നീ ഓടി ചെല്ലണം. അപ്പൊ അവള് ടിക്കറ്റ് ഒക്കെ കീറി കളഞ്ഞ് ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവളൊരു അസൈൻമെന്റ് പറഞ്ഞോട്ടാണല്ലോ, അത് ചെയ്യാതെ തിരിച്ചു വന്നതിന് അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അപ്പൊ അവക്കും എന്നെ പോലെ ഇവിടെ ജോലിയൊന്നും ഇല്ലാതെ വന്ന് ഇരിക്കാം. ഇവന്റെ കാര്യം എവിടുന്ന് വന്നേട്ടാ? എനിക്ക് ഇന്നൊരു മൂഡില്ല വിനോദേട്ടാ. എങ്ങനെയെങ്കിലും നിങ്ങളവിടെ ഇല്ലേ? അല്ല, അപ്പൊ അവനവിടെ ഉണ്ടല്ലോ. പ്ലീസ് വിനോദേട്ടാ, ഇന്ന് പറ്റില്ല. പ്ലീസ് പ്ലീസ്. എടാ, നിന്റെ ഈ ശോകം ആവശ്യമില്ലാത്തതാണേ. അവളിങ്ങി വരില്ലേ? നീ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. കുറേ കാലത്തിന് ശേഷം ഇപ്പൊ നമ്മൾ 3 ബോയ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. എന്തും പറ്റും. എന്താണ് പറ്റേണ്ടത്? പാർട്ടിക്കൊന്നും ഞാനില്ല, എനിക്കൊരു മൂഡില്ല. അയ്യേ, മീനാക്ഷി പറഞ്ഞ കറക്റ്റാട്ടാ. നീ വെറും തൈക്കളവനായി പോയി. പിന്നെ പാർട്ടി ചെയ്തില്ലെങ്കിൽ തൈക്കളവനാണല്ലേ? വേണമെങ്കിൽ ഒരു ട്രിപ്പ് പോവാം. അതിന് എന്താ എങ്ങോട്ടാ ട്രിപ്പ്? കൊടൈക്കനാലായാലോ? അവിടെ ആകുമ്പോ മഷ്റൂം ബിരിയാണി കഴിക്കാനോന്ന് പറഞ്ഞാണ്. മഷ്റൂമിന്റെ ബിരിയാണി ഉണ്ടോ? നീ ബിരിയാണിയാണോ ഉദ്ദേശിച്ചത്? ഞാൻ വിചാരിച്ച്. നീ എന്താ വിചാരിച്ചേ? എടാ, ഈ കൊടൈക്കനാലിൽ എന്തൊക്കെയാ ഉള്ളത്? കൊടൈക്കനാലിൽ എന്താ ഇല്ലാത്ത ചോദിക്ക്. ഈഫൽ ടവർ ഉണ്ടോ? ഈഫിൾ ടവർ ഇല്ല. അപ്പൊ എന്തുണ്ടെന്ന് പറഞ്ഞാൽ മതി. മഞ്ഞുണ്ടോ? മഞ്ഞല്ലടാ, കട്ടക്കോടയുണ്ട്. മതിയാ? അത് മതി. എടാ, എനിക്ക് ഒറ്റ കാര്യം പറയാം. നമ്മൾ പോയി കഴിഞ്ഞാൽ മിനിമം 3 ദിവസമെങ്കിലും കൊടൈക്കനാലിൽ നിൽക്കണല്ലോ. എടാ, ഒരു 3 ദിവസം എന്നൊക്കെ പറയുമ്പോ സിമ്പിൾ അല്ലേ? വണ്ടിയുടെയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു 10 രൂപ പൊട്ടും. 10 രൂപ? അത് കുഴപ്പമില്ല. നമുക്ക് പ്രാവശ്യം തകർക്കണം. കഴിഞ്ഞ പ്രാവശ്യം മിസ്സായിപ്പോയി. പൈസക്ക് ഇപ്പൊ എന്ത് ചെയ്യും? ഇത് പ്രശ്നമാണ്. എന്ത് പ്രശ്നം? നമ്മുടെ കഴിഞ്ഞ തവണത്തെ ട്രിപ്പ് പോകണമെങ്കിൽ എങ്ങനെയാടാ? ഹർത്താല് കാരണം. ഹർത്താലിനെ കൂട്ടുപിടിക്കണ്ട. നിന്റെ ഫോട്ടോഷൂട്ട് ഇടയിൽ കയറി വന്നില്ലായിരുന്നെങ്കിൽ ഹർത്താലിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പേ നമ്മൾ കേരള ബോർഡർ വിട്ടായിരുന്നു. മൂന്നാർ കേരളത്തിലാണ്, ബോർഡർ വിടണ്ട. എന്റെ ഭൂഗോളത്തിന്റെ സ്പന്ദനമേ, അതൊരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞോളാം. നിനക്ക് മനസ്സിലായില്ലടാ. ഇനി നീ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഈ വർക്ക് ഇപ്പൊ തീർത്തില്ലെങ്കിൽ അവസാനം ടൂർ പോകാൻ നേരത്തെ എന്തെങ്കിലും ഒരു കുരിശ് കയറി വരും. ഇതങ്ങനെ അത്യാവശ്യമുള്ള വർക്കൊന്നും അല്ല. നീ അതിന് കാര്യം ചോദിച്ചു അവളോട്. വേണ്ട, അല്ലാതെ എനിക്കറിയാം അത് അത്യാവശ്യമുള്ള കാര്യമില്ല. എന്താടാ? എടാ, ഒന്ന് പോയാ വർക്ക് തീർക്കടാ. കൊടൈക്കനാല് പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇനി നിനക്കെന്താണ്? ഞാൻ പണിക്ക് വേണ്ടെന്ന് വിചാരിച്ചു. അതെന്ത്? നമുക്ക് പ്ലാൻ ചെയ്യണ്ടേ? അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ പോയി ജോലി ചെയ്താ. പോയ കാശ് വേണ്ടേ? 10,000 രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കണ്ടേ? എന്തിനാണ് ഇങ്ങനെ കിടന്ന് വിലടിച്ചോണ്ടിരിക്കുന്നേ? മാം, 270 രൂപ മാം. മാം ഒന്നിങ്ങോട്ട് വന്നേ. ഒന്ന് ഞാൻ അങ്ങോട്ട് വന്നു. മാം, 270 രൂപ. തനിക്ക് ഗ്യാസ് കുറ്റി മാറ്റിയിടുന്നറിയോ? ഇല്ല മാം, എനിക്കറിയില്ല. എവിടെ തന്നെ പോലുള്ള ചെറുപ്പക്കാർക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് അറിയത്തില്ലയോ? അത് അവിടുന്ന് പറഞ്ഞിട്ട് ചെയ്യരുതെന്ന്. അയ്യോ, അതുകൊണ്ടല്ലേ എനിക്ക് ചെയ്യാൻ അറിയില്ല. ഗ്യാസ് കുറ്റി മാറ്റാനോ? ഇങ്ങ വന്നേ. ആ ഗ്യാസിന്റെ മുകളിൽ റെഗുലേറ്റർ ഒന്ന് എടുത്തേ.
അത്രേ ഉള്ളു ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നിന്റെ അടവായിരുന്നല്ലേ? ആടോ 270 രൂപ. ആ, നിനക്ക് 2 മാറ്റിയിടാൻ അറിയോ? ആ? അപ്പൊ ഇതും പഠിച്ചില്ല? ബാക്കിയൊക്കെ ഞാൻ വേറെ എവിടെന്നെങ്കിലും പഠിച്ചോളാം. ഓഹോ, ഭയങ്കര സാമർത്ഥ്യമാണല്ലോ. അപ്പൊ ഇത് ഇടൂ നീ. കൂടി വന്നാൽ ഇച്ചിരി കുമിളിക്കും. ചെറിയ പടലാണ്, വേഗം മാറിക്കോളും, കുഴപ്പമില്ല. എനിക്ക് പോണായിരുന്നു, ആ ബില്ലൊന്ന് സെറ്റിൽ ചെയ്തിരുന്നെങ്കിൽ. നീ വളരെ നല്ല പയ്യനാ. ആ ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ, മറ്റുള്ളവരെ സഹായിക്കില്ലാന്ന്. അത് കുഴപ്പമില്ല. നിന്റെ അടുത്ത് ഞാനൊരു സത്യം പറയട്ടെ? എന്ത്? ഫുഡിന്റെ കാശ് ഇല്ല എൻ്റെ കയ്യിൽ. ആ, അടിപൊളി, കൊള്ളാം, നല്ല ഭാവിയുണ്ട്. എണീക്കല്ലേ എണീക്കല്ലേ, മുഴുവൻ കളിക്ക്. ഇനി ഇവിടെ സൗകര്യം കുറവാണെങ്കിൽ സാർ ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് കളിച്ചോളൂ കേട്ടോ. അല്ല, ഇപ്പൊ വർക്കൊന്നുമില്ലല്ലോ. എടാ, വെബിന്റെ വെഡിങ്ങിന്റെ പിക്സ് നീ എഡിറ്റ് ചെയ്താ? ഇല്ലാതെ കഴിഞ്ഞിട്ടില്ല. അതൊന്ന് പോയി കഴിക്കോ? ഈ നിന്നെയൊക്കെ നോക്കാനായിരിക്കും വീട്ടിലിരുന്ന് എന്റെ വിനോദനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എടി, ഈ ഫീൽഡിൽ ആദ്യം വേണ്ട എന്താണെന്നറിയോ? ഇല്ല. നല്ല ക്ഷമയാണ്, പിന്നെ കുറച്ച് അനുസരണേ. അത് നിനക്ക് നന്നായിട്ടുണ്ടെന്ന് അറിയാം. അത് രണ്ടും. അതുകൊണ്ട് നീ പോ, ചെല്ല് ചെല്ല്, പോ വർക്ക് ചെയ്യപ്പോ. എന്താണ്, എന്ത് പറ്റി? പണി പാളി ചേട്ടാ. എന്താടാ കാര്യം പറ. അപ്പൂപ്പൻ പണി തന്നു. ഇതാണോ നിന്റെ അപ്പൂപ്പൻ? എന്റെ അപ്പൂപ്പനല്ല, ഇത് വേറൊരാളുടെ അപ്പൂപ്പൻ. ആ, ഇയാളുടെ മോന്റെ മോന് ഇന്ന് ഇവിടെ ഈ ഫോട്ടോ ഡീറ്റെയിൽസ് ചെയ്യാൻ വന്നായിരുന്നു. തന്ന ഫോട്ടോ ഇതാണ്. ഇതിൽ എവിടെ ഇയാളുടെ മുഖം? ഇത് കണ്ടിട്ട് നീ എന്തിനാ ഇതൊക്കെ മേടിച്ചു വെച്ചാ? ഇവിടെ ഒന്നും ചെയ്യാറില്ല ആക്ച്വലി നമ്മള്. അത് ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്റ്റുഡിയോയിൽ ഇതൊക്കെ ചെയ്യുമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഏറ്റാണ്. എടി, ഇത് കണ്ടിട്ട് നീ എന്തിനാണ് അവിടെ ശരിയാക്കി തരാന്ന് പറഞ്ഞ? ഇതിന് എന്തുണ്ടാക്കാനാടാ? അങ്ങനെ ഉണ്ടാക്കിയപ്പോഴേ ഏട്ടാ ഇങ്ങനെ വന്നത്. പോരാത്തതിന് അയാളുടെ കൂടെ വന്ന ആള് ഈ പടം കണ്ടിട്ട് പുള്ളിക്കാരന്റെ അപ്പുറത്തെ വീട്ടിലെ അപ്പൂപ്പന്റെ നല്ല ചായ ഉണ്ടെന്നൂടി പറഞ്ഞു. അതോടെ കയ്യിൽ നിന്ന് പോയി ചേട്ടാ. അയാളിനെ തല്ലിയില്ലെന്നേ ഉള്ളൂ. 1 മണിക്കൂർ തിരിച്ചു വരാമെന്നാ പറഞ്ഞേ. നമ്മളെന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, തിരിച്ചു കൊടുത്തേക്ക്. ചെയ്യാൻ പറ്റില്ലെന്ന് പറ. എന്താടാ? എന്തായി എന്തായി? പണി കഴിഞ്ഞ? ഞാനിപ്പോ ഇങ്ങോട്ട് എത്തിയല്ലേ. എന്താ കാര്യം? ഒന്നുമില്ല, നിന്റെ ജോലി തീർന്നെന്ന് പറയാനാണ്. ഇന്നെങ്കിലും ടൂർ പോകാൻ പറ്റുമോടെ? നിനക്ക് വൈകുന്നേരം പോയപ്പോരെ? അപ്പോഴത്തേക്ക് ഞാൻ തീർത്തോളാം കേട്ടാ. നിന്റെ പ്ലാനൊക്കെ എന്തായി? ഇവിടെ എല്ലാം സെറ്റാണ്. ഇനി നിന്റെ ജോലി തീർന്നാ മതി. തീർക്കാൻ. ചേട്ടാ എന്താടാ? ചേട്ടാ, അയാൾ ആളിച്ചൊരു സീനാണ്. നാളെയാണ് അവരുടെ ഈ പരിപാടി. അപ്പൊ ഈ ലേറ്റ് മൂമെന്റിൽ വേറൊരു സ്റ്റുഡിയോയിൽ ഈ വർക്ക് എടുക്കില്ലെന്ന് അയാൾക്ക് അറിയാം. ആരാണ് അയാള്? ഒരലക്സാണ്, കല്ലൂരുള്ള. അവർക്ക് എന്തോ ഹാർഡ്വെയറിന്റെ ഒക്കെ ബിസിനസ്സാണ്. വിനോദേട്ടൻ പറഞ്ഞു നിങ്ങൾ അവരുടെ ഫാമിലി കല്യാണമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അലക്സോ? ആ, ആളിത്തിരി സീനാണ്. അത് ഈ ഏട്ടൻ എന്റെ മോൻ കണ്ടിട്ട് ഇത്രയും നേരിട്ട് മനസ്സിലായില്ലേ? ഞാൻ നോട്ടെ. ആ, നോക്കിയേട്ടാ. നിനക്ക് പണിയൊന്നുമില്ല? ഇല്ല. ചേട്ടൻ പറഞ്ഞു എന്തിനാണ് ഞാൻ പറ. നീ ഒരു പണി, നീ താഴെ പോയിട്ട് താഴ്പെട്ട് അല്ല, താഴ്പെട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ ദൈവമേ, പോയൊരു പപ്പായ ജ്യൂസ് മേടിച്ചിട്ട് Okay, ready. ഓടാ.